ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച LGS ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഈ LGS ക്വസ്റ്റ്യൻ പേപ്പർ ഇത് 3ാമത്തെ ക്ലാസ്സാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിലബസ് എടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുത്ത ചോദ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ചലനവുമായി ബന്ധപ്പെട്ടാണെന്ന് വിചാരിക്കും. ഫിസിക്സിൽ ചലനമാണെന്നുണ്ടെങ്കിൽ ആ ചലനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതുപോലെ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പോരാതെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടും PYQ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ മോഡൽ പേപ്പേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്കാണെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു പോർഷൻസാണ് ബയോളജി അല്ലേ. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടും വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സംബാദ് കൗമുദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, DK കാർവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, മറാത്തി ഭാഷയിലാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ആൻസർ ഓപ്ഷൻ സി, അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ആൻസർ ഓപ്ഷൻ എ ആണ്, ഒരു തവണ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് അല്ലേ. പഞ്ചവത്സര പദ്ധതികളൊക്കെ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? റഷ്യയിൽ നിന്നാണ്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? INCയുടെ പ്രസിഡന്റ് അല്ലാത്തത് ആരാണ്? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. നെക്സ്റ്റ്, തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ആൻസർ ഓപ്ഷൻ എ, പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം അല്ലേ. കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കി നോക്കിയേ. ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു കല്ലുമാല സമരം? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കല്ലുമാല സമരം, എപ്പോഴും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? 1806 നടന്നത് എന്തായിരുന്നു? വെല്ലൂർ കലാപമാണ് അല്ലേ. വെല്ലൂർ കലാപമാണ് 1806 നടന്നത്. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, G ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ എ, കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ എ, KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. 102ാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 338B. അനുച്ഛേദം 338B.
6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 1969 മുതൽ 74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. 4-ാം പഞ്ചവത്സര പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. 1969 മുതൽ 74 വരെയാണ് അല്ലേ? ശരിയാണ്. പഞ്ചവത്സര പദ്ധതികൾ മാത്രമായിട്ട് നമ്മളൊരു PYQ ടോപ്പിക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, ആമുഖം, അതുപോലെ തന്നെ എന്താണ് മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, പൗരത്വം ഒക്കെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി മഹലാനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി 4-ാം പഞ്ചവത്സര പദ്ധതിയാണോ? മഹലാനോബിസ് മാതൃക ഏതായിരുന്നു? പഞ്ചവത്സര പദ്ധതികൾ കണ്ടവർക്ക് അറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മഹലാനോബിസ് മാതൃക വ്യവസായ മോഡൽ അല്ലേ? വ്യവസായ വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയൊക്കെ ചോദിക്കാറുണ്ട്. ഏതാണ്? 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി 4-ാം പഞ്ചവത്സര പദ്ധതി. ശരിയാണ്. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 1, 3, 4 അല്ലേ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗും ആസൂത്രണ കമ്മീഷൻ PYQ ചെയ്തിട്ടുണ്ടേ, നോക്കാം. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ശരിയാണ് അല്ലേ? ഇന്ത്യ ഗവൺമെൻറ് പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. ശരിയാണ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ആണോ? അല്ല അല്ലേ? ഉപദേശക സമിതിയാണ് നീതി ആയോഗ് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് വെച്ചാൽ കിഴക്കൻ പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷനായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയിട്ടുള്ളൊരു നടപടിയാണ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന് വെച്ചാൽ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് തുടക്കമിട്ടുകൊണ്ട് ഇന്ത്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് അറിയില്ല, ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ്? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് അതുപോലെ തന്നെ 1999 കാർഗിൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ വിജയ്. നെക്സ്റ്റ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? 1984 അമൃത്സർ സുവർണ ക്ഷേത്ര നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗാന്ധിജിയുടെ മരണം. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? 3 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നാട്ടുരാജ്യങ്ങൾ നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു. 8ാം ക്ലാസ്സിൽ SCERT നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്നു അല്ലേ? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവ വിട്ടുനിന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പെടാത്തത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൈസൂർ ആണ് വരുന്നത് അല്ലേ? നെക്സ്റ്റ്,
2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്? 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിനാൽ തന്നെയാണ് 2023 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ് അല്ലേ. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗുജറാത്തും അതുപോലെ തന്നെ മധ്യപ്രദേശും വരുന്നില്ല. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ശരിയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു, അതും ശരിയാണ്. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ, അതും ശരിയാണ്. ഇനി ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്, അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഡൂണ് ഏതിലാണ്? ആരവല്ലി പർവ്വതവുമായി ബന്ധപ്പെട്ട് വരുന്നില്ല, അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആരവല്ലി പർവ്വതമാണ്. അതുപോലെ തന്നെ ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഗുരു ശിഖറാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ത് തന്നെയാണ്? വടക്കൻ സിർക്കാസ്ഥിരമാണ് അല്ലേ. വടക്കൻ സിർക്കാസ്ഥിരം വരുന്നില്ല, അപ്പോൾ അതാണ് തെറ്റായിട്ട് വന്നത്. മലബാർ തീരം, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം എന്നിവ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന തീരസമതലങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയ ഗാസി കുന്നുകൾ, അത് തെറ്റാണ് അല്ലേ. ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഛോട്ടാ നാഗ്പൂർ, ശരിയാണ്. ഹിമാലയ പൂർവ്വഘട്ടമാണോ? അതും തെറ്റാണ്. കിഴക്കൻ മലനിരകൾ ലഡാക്ക് എന്ന് പറയുന്നു, അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി അല്ലേ വരുന്നത്. ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് അല്ലേ. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. പിന്നീട് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ആന്റോണിയോ ഗുട്ടറസ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണല്ലേ. ആരാണ്? UN സെക്രട്ടറി ജനറൽ ആണ്. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗേൽ, അതാണ് തെറ്റായിട്ട് വന്നത്. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇറാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 2024 ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു, ഒഡീഷയും ആന്ധ്രാപ്രദേശും. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? കണ്ണൂരും കാസർഗോഡാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? മൊത്തം താലൂക്കുകൾ എത്ര എണ്ണം ഉണ്ട്? എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 78. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, അഷ്ടമുടി കായൽ, വെള്ളായണി തടാകം. ആൻസർ ഓപ്ഷൻ സി ആണ്, അഷ്ടമുടി കായൽ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. അത് ശരിയാണ്. ഇനി ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ശരിയാണ്. നെക്സ്റ്റ്, തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. പള്ളിവാസൽ ഇടുക്കി ശരിയാണ്. ഷോളയാർ പാലക്കാട് തന്നിരിക്കുന്നു അല്ലേ.
അത് തെറ്റാണല്ലേ. ഇനി കുറ്റ്യാടി കോഴിക്കോടാണ്, കല്ലട കൊല്ലം. അതൊക്കെ ശരിയായിട്ടുള്ള ജോഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കുറിഞ്ഞിമല ഇടുക്കി ശരിയാണല്ലേ. ചിന്നാർ ഇടുക്കിയാണ്, പെരിയാർ ഇടുക്കിയാണ്, ആറളം എവിടെയാണ്? കണ്ണൂരാണ്. അപ്പോൾ അതാണ് തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? വരയാടുകളെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ്? ഇരവിക്കുളം ദേശീയ ഉദ്യാനത്തിലാണ്. അത് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എം ശ്രീശങ്കർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ് ആണല്ലേ, മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? ആൻസർ ഓപ്ഷൻ എ, അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, അപര്യാപ്തത രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? നെല്ലിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പവിത്ര, അന്നപൂർണ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. ശരിയാണ് അല്ലേ. മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു. ശരിയാണ്. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 ശരി, 1 3. ഓക്കെ, കാൽസ്യവും ഫോസ്ഫറസ് ആണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 3. മലമുഴക്കി വേഴാമ്പൽ, മലബാർ വിരുക്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? ആൻസർ ഓപ്ഷൻ എ ആണ്, കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ചെറുധാന്യങ്ങളായിട്ടായിരുന്നു അല്ലേ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. അലുമിനിയം ബോക്സൈറ്റ് ശരിയാണ്. സിങ്ക്, ഗലീന, അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഇരുമ്പ് ഹാമറ്റേറ്റ്, കോപ്പർ കുപ്രേറ്റ്. ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ഗതികോർജ്ജം. ആൻസർ ഓപ്ഷൻ സി ആണ്, 2 3. മാസിനെയും പ്രവേഗത്തെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഹാഫ് mv² അല്ലേ വരുന്നത്, കൈനറ്റിക് എനർജി ഇക്വേഷൻ. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്വാണ്ടം ഡോട്ട്സ്.
ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതും ശരിയാണ്. സാധാരണ ഗതിയിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. അതും ശരിയാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ശബ്ദത്തിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടാണ് വരാം. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്, 4 മാത്രം. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലൻ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 3 ഷെല്ല്. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ശരിയാണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. അത് ശരിയാണോ? തെറ്റാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ് എന്താണ്? റേഡിയം എന്നാണ് തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലേ? സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി 1, 4 ശരിയാണ്. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗമാണോ? ഡയേറിയയ്ക്ക് കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2, 4 മന്ത്, മലമ്പനി. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് എന്ന് പറയുന്നത് നാരുകൾ എന്ന് പറയുന്നില്ലേ? അത് ശരിയാണല്ലേ? ഇനി എന്താണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. തെറ്റാണ്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിയാണ്. ഊർജ്ജ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 3 ആണ് അവിടെ ശരിയായിട്ട് വന്നത്. നെക്സ്റ്റ്, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണ് അല്ലേ? ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വാക്സിനുകളെല്ലാം കുത്തിവെപ്പിലൂടെ നൽകുന്നവയാണ്. നൽകുന്നത് വാക്സിനുകളെല്ലാം. അത് തെറ്റാണ് അല്ലേ? രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചതാരാണ്? ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ്. ഇന്ന് ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. മൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ക്ഷയം വൈറസ്. അത് തെറ്റാണ് അല്ലേ? ക്ഷയം ബാക്ടീരിയയിലെ പടർത്തുന്നത്. ഇനി ചിക്കൻ ബോക്സ്, പ്ലാസ്മോഡിയം തെറ്റാണ്. മലേറിയ ഫംഗസും തെറ്റാണ്. ഡയേറിയ ബാക്ടീരിയ അതാണ് അവിടെ ശരിയായിട്ട് വന്നത്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമ ഇല്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ശരിയാണ്. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ശരിയാണ്. അണുബാധ, ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ അതൊന്നും ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല അല്ലേ? അപ്പോൾ ആൻസർ ഏതാ വരാ? ഓപ്ഷൻ എ അല്ലേ? 1, 2 ശരിയാണ്. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ശരിയാണ്. വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ആണോ? കൊഴുപ്പിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? വൈറ്റമിൻ കെ, ഇ, ഡി, എ അല്ലേ? കേടാണ് അല്ലേ? ഇനി വൈറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ശരിയാണ്. വൈറ്റമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. അതും ശരിയാണ്. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്.
കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. അത് രണ്ടുമാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ആഹാര പദാർത്ഥങ്ങൾ അടച്ച് സൂക്ഷിക്കുക, എന്താണ് പകരാതിരിക്കുന്നതിനുള്ള സ്വീകരിക്കുന്ന മുൻകരുതലുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പകരാതിരിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണം? ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയാണെന്നുണ്ടെങ്കിൽ പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിവൈസ് ക്ലോഷർ. ആൻസർ ഓപ്ഷൻ എ, ഹൃദയവുമായിട്ട്. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ആസാം. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ്, കേരളം. നെക്സ്റ്റ് മാത്സ് ആണ്. 32 സ്ക്വയർ 1024 ആയാൽ 0.001024 വർഗ്ഗമൂല്യം എത്രയാണ്? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 32 ആണ്. 32 സ്ക്വയർ ആണ് നമുക്ക് 1024 എന്ന് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ റൂട്ട് കാണാനായിട്ടാണ്. എന്നാ വരാം? സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 6 എണ്ണം ഉണ്ട് അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് 6 സ്ഥാനമുണ്ട്. അപ്പോൾ 6 സ്ഥാനം എന്ന് പറയുമ്പോൾ 6ൻ്റെ പകുതി എത്രയാണ്? 3 അല്ലേ? 3 സ്ഥാനം നീക്കിയിട്ടാണ് കുത്തിടേണ്ടത്. അപ്പോൾ ഏതാ വരാൻ ആൻസർ? 32ൻ്റെ ഇപ്പുറത്ത് ഒരു 0 കൂടി വന്നാൽ എത്രയായി? 3 പോയല്ലേ? 3 സ്ഥാനം വന്നില്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.032. നെക്സ്റ്റ് 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. 28 എന്ന് പറയുന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 28ൻ്റെ LCM കാണാം അല്ലേ? 28, 2, 14, 2, 7. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 7 എന്ന് വന്നു അല്ലേ? 2 സ്ക്വയർ ഇൻറ്റു 7 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ 7 എണ്ണം ഉള്ളൂ. അപ്പോൾ നമ്മൾ 7ൻ്റെ മുകളിൽ 1 ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? ഫാക്ടേഴ്സ് കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പവറിൻ്റെ ഒപ്പം 1 കൂട്ടണം. ഓക്കെ, ഇപ്പം നമുക്ക് അവിടെ 2ൻ്റെ ആണെങ്കിൽ 2 അല്ലേ വന്നിരിക്കുന്നത്? 2 + 1 എന്ന് ചെയ്യാം അല്ലേ? അതുപോലെ തന്നെ എന്താണ് മുകളിൽ 7ൻ്റെ മുകളിൽ 1 ഉള്ളൂ അല്ലേ? അപ്പോൾ 1 + 1 എന്ന് എഴുതി കൂടെ? അങ്ങനെയാണെങ്കിൽ 2 + 1 എത്രയാണ്? 3 ആണ്. പിന്നെ 7 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ഇവിടെ 1 അല്ലേ വന്നിരിക്കുന്നത്? അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ 3 × 2 എന്ന് എഴുതാം, = 6 കേട്ടോ. അതായത് നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? പവറിൻ്റെ ഒപ്പം 1 കൂട്ടിയാൽ മതി. അതിനുശേഷം ആ കിട്ടിയ നമ്പർ ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? 6 ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 + 6 + 9 + 180 എത്രയാണ്? അതായത് ആൻസർ ഓപ്ഷൻ വരുന്നത് എ ആണ്, 54. ഓക്കെ, 5490 ആണ് വരുന്നത്. നെക്സ്റ്റ് 84ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കേട്ടോ, 8:3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 86 ഒരു തീവണ്ടിയുടെ വേഗത. ഓക്കെ, 86ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 87ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 8. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. നെക്സ്റ്റ് 89ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 120. 90ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 5. 91ൻ്റെ ആൻസർ ഓപ്ഷൻ സി 5/8. 92ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 45. 93 ആൻസർ ഓപ്ഷൻ സി. 94 ആൻസർ ഓപ്ഷൻ ബി. 94 ആൻസർ ഓപ്ഷൻ ബി. 95 ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 96ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 97ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 98 എ. 99 എ. 100 സി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.